എവിടെ ഈ വീട്ടിലുള്ള മഹിളാ രക്തങ്ങള്? ഇറങ്ങി വാ ഇവിടെ. അയ്യോ അനങ്ങി വാ. ഇന്നിവിടെ മൊട്ട മഹോത്സവം നടക്കാൻ പോണ്. മൊട്ട മഹോത്സവം. ഇത് ഞാൻ പൊരിച്ച് 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 ഞാൻ ഒറ്റയ്ക്ക് തിന്നും. ഞാൻ കഴിഞ്ഞില്ലേ നിന്റെ ഷോ? എടാ നീ കൊണ്ടേ കളഞ്ഞതേ 6 മുട്ടയാണ്. എന്നിട്ട് കടന്ന് വീമ്പളൊക്കെ നോക്കിക്കേ. ഇത് 6 മുട്ടയാണ്. 6 മുട്ട. ഈ 6 മുട്ട ഞാൻ ഒറ്റയ്ക്ക് പൊരിച്ചു തിന്നും. നീ എന്തെങ്കിലുമൊക്കെ പോയി കാണിക്ക്. ചെല്ല്. 6 മുട്ട ഒറ്റടിക്ക് ഓമ്പിലടിച്ച് വിഴുങ്ങ്. വിഴുങ്ങൂടി, ഞാൻ വിഴുങ്ങും. എന്നെ പുറകിന്ന് കുത്തിയവരാരാന്നൊക്കെ എനിക്ക് നല്ല വൃത്തിക്ക് മനസ്സിലായി കേട്ടാ. അപ്പൊ ഞാൻ ഈ ഷോ കാണിക്കും. തുടങ്ങിയോ വീണ്ടും നിന്റെ അഭ്യാസം? തുടങ്ങുമല്ലോ. കണ്ടാ 6 മുട്ട. ഇത് ഞാനൊന്ന് ഓംപ്ലേറ്റ് അടിക്കും. എടാ കൊറേ കോഴിമുട്ട ഞാൻ കണ്ടിട്ടുള്ളതാ. ഞാനേ 1000ഓളം കോഴികളെ വളർത്തിയിട്ട് അതിനെ കൊണ്ട് മുട്ട അടിപ്പിച്ചിട്ടുള്ള ഈ ഭവാനി. എനിക്ക് വയ്യ. ഇനി കോഴിയെ കൊണ്ട് മുട്ട അടിപ്പിക്കാൻ വല്ല ഓഫർ വരുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടാ. മുമ്പേ എടുത്ത് പോണേ. കിച്ചൺ ഫ്രീ ആണല്ലോ. ஆமா ஃப்ரீதா. அப்ப இனி பாக்ஸ் கிச்சன் സവാള ഞാൻ കട്ട് പണി കൊടുക്കുവാ. ആന്റി എനിക്ക് വേറെ പണിയില്ലേ ഈ ഷോയ്ക്ക് കൊട പിടിച്ചു കൊടുക്കാൻ? ഷോയ്ക്ക് കൊട പിടിക്കല്ലേ മക്കളെ? ഞാൻ ഈ മുട്ട ഒറ്റയ്ക്ക് പൊരിച്ച് തിന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും വിരോധമൊന്നും ഇല്ലേ? നീ ഒറ്റയ്ക്കോ പൂച്ചയ്ക്കോ എങ്ങനെയാന്ന് വെച്ചാ പോയി ഉണ്ടായി കഴിക്ക്. എന്തിനാണ് ഈ ഷോ ഇറക്കണത്? പോവാൻ നോക്കടാ. പൂച്ചക്ക് തട്ടുകട നടത്തണവനെ. പൂച്ചക്ക് തട്ടുകട നടത്തുന്നവനെ. പൂച്ചക്ക് തട്ടുകട നടത്തണം അല്ലേ? എന്നെ കണ്ടിട്ട് ഒരു മണ്ടനാത്ത് തോന്നുന്നു. ഞാൻ ഒന്ന് ഇരുന്ന് കലങ്ങി തെളിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന്. ഞാൻ ആദ്യം കഷ്ടപ്പെട്ട് ഒരു ഡബിൾ ഓംപ്ലേറ്റ് അടിച്ചപ്പോ ബ്രെഡും കൂടെ കൂട്ടി കഴിക്കാന്നും പറഞ്ഞ് പുറത്ത് വന്ന് നിന്റെ അടുത്ത ബ്രെഡ് ചോദിച്ച സമയത്ത് ലോ ലെവള്. നീ തന്നെ അറിയണം ആ ബ്രെഡ് ഓംപ്ലേറ്റ് എടുത്ത് കഴിച്ചത്. ഓംപ്ലേറ്റ് എടുത്ത് കഴിച്ചത് ലേഡി. എന്നിട്ട് അതിന്റെ മണം അറിയാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ടി മഴയത്ത് നനച്ച് വായില മുട്ടായിട്ട് പ്രൊഫഷണലിസം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓംപ്ലേറ്റ് ഉണ്ടാക്കി സ്വസ്ഥമായിട്ട് കഴിക്കാന്ന് പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ കൂടെ എന്റെ മനസ്സിലാകത്തോട്ട് കണ്ട പൂച്ചക്കഥ എല്ലാം കൂടെ കുത്തി നിറച്ചു. അങ്ങനെ കുത്തി നിറച്ചിട്ട് നീ തന്നെ ആയിരിക്കണം. നീ തന്നെ നൈസില ജനലിന്റെ അവിടുന്ന് പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കി. അപ്പൊ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ നീ ഇതിൽ കൂടെ വന്നെടുത്തില്ലേടി ഓംപ്ലേറ്റ്? അതും പോട്ട്. അതും കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രശ്നം പറഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് അലമ്പുണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് എവള് തന്നെ. കാരണം എവളാണ് ആ സമയത്ത് ലേറ്റ് ആയിട്ട് വന്നത്. നീ അല്ലേടി ഫ്രിഡ്ജിനകത്ത് 2 മുട്ട കൊണ്ടുപോയത്? കണ്ടാ ചിരിക്കണ്. എവള് തന്നെ. കുരിപ്പേ കുട്ടിക്കുരിപ്പേ കുട്ടിത്തേവാകെ എല്ലാം ഓർത്തു വെച്ചോ. ഇതിന് ഞാൻ പ്രതികാരം വീട്ടിയിരിക്കും. കണ്ടാ ഈ മുട്ട ഞാൻ പൊരിച്ചു തിന്നും. ചേട്ടാ മുട്ട കൊണ്ട് ഇത്രയും കളിക്കണ്ട. മുട്ട കൊണ്ട് ഞാൻ അതിങ്ങനെ അമ്മാനമാടും. ഇങ്ങനെ അമ്മാനമാടും. സോറി. ചേട്ടാ ചേട്ടൻ ഒരെണ്ണം തിന്നാനുള്ള ഭാഗ്യമുണ്ട്. ദൈവം ഇപ്പോഴും എൻ്റെ കൂടാണ്. കണ്ടാ ഒരു മുട്ട ബാക്കി വെച്ചിരുന്നു. ഞാൻ ഓംപ്ലേറ്റ് അടിക്കുന്നില്ല. ഒരു 2 ഡബിൾ ഓംപ്ലേറ്റും കഴിച്ച എല്ലാത്തിനും സോറിടാ. ഈ മുട്ട മാത്രം എന്താ പൊട്ടാത്തേന്ന് നോക്കിയാ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.